അവസാനിച്ചുവെന്ന് എഴുതിത്തള്ളിയവർക്ക് മുന്നിലേക്ക് ചരിത്രത്തിന് താളുകൾ തിരുത്തിക്കുറിക്കാൻ അയാൾ വീണ്ടും എത്തുകയാണ്. പ്രായം വെറുമൊരു സംഖ്യ മാത്രമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഫുട്ബോൾ ഇതിഹാസം തന്റെ 6ാം ലോകകപ്പിനായി ബൂട്ട് കെട്ടിക്കഴിഞ്ഞു. ജൂൺ 11 കാൽപന്ത് ലോകത്തെ മഹാമേളയ്ക്ക് കൊടിയേറുമ്പോൾ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ കണ്ണുകൾ ആ ഒരൊറ്റ മനുഷ്യനിലേക്കാണ്. ഖത്തറിലെ കണ്ണീരിന് മെക്സിക്കോയിലും കാനഡയിലും അമേരിക്കയിലുമായി പകരം ചോദിക്കാൻ CR7 എത്തുമ്പോൾ കൂട്ടിനായി ഇത്തവണ കരുത്തുറ്റ ഒരു പറങ്കിപ്പട തന്നെയുണ്ട്. ഇത് വെറുമൊരു ലോകകപ്പല്ല, ഇതിഹാസങ്ങളുടെ അവസാന പോരാട്ടവേര്യത്തിൻ്റെ വേദി കൂടിയാണ്. ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ തുടങ്ങിയ പല ഇതിഹാസ താരങ്ങളുടെയും അവസാന ഫുട്ബോൾ ലോകകപ്പായിരിക്കും ഇത്തവണത്തേത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോകകപ്പിന് വീറും വാശിയും കൂടും. ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പ് കിരീടത്തോടെ വിട പറയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ റൊണാൾഡോയുടെ പറങ്ങിപ്പടക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ലെന്ന് ഉറപ്പാണ്. കപ്പ് നേടാനായില്ലെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇത്തവണ ചില നാഴികക്കല്ലുകൾ കാത്തിരിക്കുന്നുണ്ട്. 6 ഫുട്ബോൾ ലോകകപ്പിൽ ഭാഗമാകുന്ന താരമെന്ന നേട്ടത്തിലേക്ക് എത്താൻ റൊണാൾഡോയ്ക്ക് മുന്നിൽ അവസരമുണ്ട്. ഈ ലോകകപ്പിലെ പോർച്ചുഗലിന്റെ ആദ്യ മത്സരത്തിൽ റൊണാൾഡോ ബൂട്ടിണിയുന്നതോടെ ഈ നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കും. പോർച്ചുഗലിന്റെ ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരിൽ തലപ്പത്തെത്താനുള്ള അവസരം റൊണാൾഡോയെ കാത്തിരിക്കുന്നുണ്ട്. 9 ഗോളുകളോടെ യൂസേബിയാണ് ഈ റെക്കോർഡിൽ തലപ്പത്തുള്ളത്. 8 ഗോളുകളാണ് റൊണാൾഡോയുടെ പേരിലുള്ളത്. ഇത്തവണത്തെ ലോകകപ്പിൽ 2 ഗോളുകൾ നേടിയാൽ ഈ റെക്കോർഡിൽ തലപ്പത്തെത്താൻ റൊണാൾഡോയ്ക്ക് സാധിക്കും. 6 ലോകകപ്പിലും ഗോൾ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ പുരുഷ താരമെന്ന നേട്ടത്തിലേക്ക് എത്താനുള്ള അവസരം റൊണാൾഡോയ്ക്ക് മുന്നിലുണ്ട്. ഇതുവരെ കളിച്ച 5 ലോകകപ്പിലും 1 ഗോളെങ്കിലും നേടാൻ റൊണാൾഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തവണയും ഗോൾ നേട്ടത്തിലേക്ക് എത്താനായാൽ 6 ലോകകപ്പിലും ഗോൾ നേടുന്ന താരമായി മാറാൻ റൊണാൾഡോയ്ക്കാവും. ലയണൽ മെസ്സിക്ക് പോലും ഈ റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കില്ല. 41-ാം വയസ്സിലാണ് റൊണാൾഡോ പോർച്ചുഗൽ നായകനായി തൻ്റെ 6ാം ലോകകപ്പ് കളിക്കാൻ ഇറങ്ങുന്നത്. ഇത്തവണ പോർച്ചുഗൽ നോക്കൌട്ടിൽ കടക്കുകയോ ഫൈനൽ കടക്കുകയോ ചെയ്യുകയും ഗോൾ നേടുകയും ചെയ്താൽ ലോകകപ്പ് നോക്കൌട്ടിലും ഫൈനലും ഗോൾ നേടുന്ന പ്രായം കൂടിയ താരമായി മാറാൻ റൊണാൾഡോയ്ക്ക് സാധിക്കും. അൽ നസറിനൊപ്പം തകർപ്പൻ പ്രകടനം നടത്തുന്ന റൊണാൾഡോ ടീമിനൊപ്പം സൗദി പ്രോ ലീഗ് കിരീടവും സ്വന്തമാക്കിയിരുന്നു. ഇതേ ഫോമിൽ റൊണാൾഡോ ലോകകപ്പിലും കളിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്നാൽ പ്രായം സമീപകാലത്തെ റൊണാൾഡോയെ ചെറുതായി ബാധിച്ചിട്ടുണ്ട്. റൊണാൾഡോ കരിയറിലെ പ്രധാനപ്പെട്ട കിരീടങ്ങളെല്ലാം നേടിയെടുത്ത താരങ്ങളിൽ ഒരാളാണ്. കളിച്ച ലീഗിലും ലോകകപ്പിലുമെല്ലാം റൊണാൾഡോ തൻ്റെ അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ ലോകകപ്പ് കിരീടം മാത്രം ഇപ്പോഴും റൊണാൾഡോയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഖത്തർ ലോകകപ്പിലൂടെ മെസ്സി തൻ്റെ വിശ്വകിരീടം നേട്ടം സ്വന്തമാക്കി. ഇനി റൊണാൾഡോയുടെ അവസരമാണ്. ഇത്തവണ പോർച്ചുഗലിന് മോശമല്ലാത്ത താരനിരയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളാണുള്ളത്. കപ്പിലേക്കെത്താൻ പോർച്ചുഗലിന് സാധിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ലോകകപ്പ് നായകനായി റെക്കോർഡുകളുടെ തമ്പുരാനായി CR7 കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലക്ഷ്യം ആ റെക്കോർഡുകൾ മാത്രമാകില്ല. കാരണം ഫുട്ബോൾ ചരിത്രത്തിൽ അയാൾക്കിനി ഒന്നും തെളിയിക്കാനില്ല. പക്ഷേ ഒരൊറ്റ സ്വപ്നം മാത്രം ഇനിയും ബാക്കിയുണ്ട്, ആ വിശ്വകിരീടം. മെസ്സിക്ക് പിന്നാലെ റൊണാൾഡോയും ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് രാജാവായി വിട പറയുമോ? അതോ പറങ്കിപ്പടയുടെ പോരാട്ടം കണ്ണീരിൽ അവസാനിക്കുമോ? പ്രായത്തെ തോൽപ്പിച്ച ആ 41-കാരൻ്റെ കാലുകളിലേക്ക് നമുക്ക് നോക്കിയിരിക്കാം.